മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ പരീക്ഷകളൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ക്വസ്റ്റ്യനാണ് റെപ്പട്ട്. ഒരുപാട് കുട്ടികൾ ആശങ്ക വെച്ച് പുലർത്തുന്നൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, സർ എങ്ങനെയാണ് റെപ്പട്ട് തയ്യാറാക്കുന്നത്, എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഏതൊക്കെയാണ് റെപ്പട്ടെന്ന്. മക്കളെ, റെപ്പട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 4 പോയിന്റുകളാണ്. ആ പോയിന്റുകൾ ഇല്ലെങ്കിൽ നമ്മളെ മാർക്ക് കിട്ടില്ല. ആ പോയിന്റ് ഏതൊക്കെയാണ്? റെപ്പട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ മനോഹരമായിട്ട് ഒരു ശീർഷകം എഴുതണം. ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ് എഴുതണം. അതിന് തന്നെ ഒരു മാർക്കായി. പിന്നെ നമ്മൾ ആ പത്രവാർത്ത തുടങ്ങുമ്പോൾ ആദ്യം ഹെഡിങ്ങിന് ചോട്ടിൽ ആ സംഭവം നടന്ന സ്ഥലത്തിന്റെ പേര് ആദ്യം കൊടുക്കണം. പല കുട്ടികളും അത് വിട്ടുപോകാറുണ്ട്. അത് വിട്ടുപോകരുത്. മൂന്നാമത്തത് ഘടന. ഘടന എന്ന് പറഞ്ഞാൽ എന്താണോ സംഭവം ഏറ്റവും ചുരുക്കി കൂടുതൽ വിശാലമാവാതെ വ്യക്തമാകുന്ന രീതിയിൽ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് എഴുതണം. അതാണ് ഘടന. സംഭവം എഴുതണം. നാലാമത്തത് ലേഖകക്കാരായി ലേഖകൻ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായ പഠനം നടക്കണം. ഈ 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ലക്ഷണമൊത്ത റെപ്പട്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് 4 മാർക്ക് വരുന്നത്. ഓക്കെ, അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ എഴുതി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്ക്, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് 2 റെപ്പട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ റെപ്പട്ട് ഏതാണ്? നോക്കൂ മക്കളെ, എന്താണ് ചോദ്യം? ചാർലി കെ സ്റ്റേജ് ഷോ കെ ദൂസരാ ദിൻ. ചാർലി ചാപ്ലിന്റെ പാഠമില്ലേ, അതിൽ ചാർലിയുടെ സ്റ്റേജ് ഷോയ്ക്ക് രണ്ടാം ദിവസം സമാചാർ പത്രമേ ആയേ ഹുയെ റെപ്പട്ട് കാ രൂപരേഖ തയ്യാർ കീജിയെ. പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട പത്രവാർത്തയായിരുന്നു. ഒരു ചെറിയ പയ്യൻ ഗംഭീരമായി സ്റ്റേജിൽ അരങ്ങേറിയതിന്റെ ആ പത്രവാർത്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ്. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ നോക്ക്, 4 പോയിന്റുകൾ നോക്ക്. ഒരു മനോഹരമായ ഹെഡിങ് ഉണ്ടല്ലോ, ഉണ്ട്. പിന്നെ നമുക്ക് സ്ഥലത്തിന്റെ പേരുണ്ടല്ലോ, പിന്നെ ഘടനയുണ്ടല്ലോ, പിന്നെ റിപ്പോർട്ടറുടെ, അതായത് ആ പത്രവാർത്ത കൊടുത്ത ആളിന്റെ ഒരു അഭിപ്രായ പഠനം വരുന്നുണ്ട്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമുക്ക് ആദ്യം നോക്കാം. ഇത് ദിൽ ചുരാക്കെ 5 സാൽക്കാൽ എടുക്ക എന്ന വാക്കിന്റെ അർത്ഥം ഹൃദയം കവർന്ന് 5 വയസ്സുകാരനായ കുട്ടി എന്നാണ്. എന്നിട്ട് ലണ്ടൻ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, എന്നിട്ട് നോക്കൂ മക്കളെ, കൽ ലണ്ടൻ ഷഹർ കെ തിയേറ്റർമേ. ഇന്നലെ ലണ്ടൻ സിറ്റിയിലെ തിയേറ്ററിൽ ഹെന്ന നാമക് ഗായിക, ഹെന്ന എന്നു പേരുള്ള പാട്ടുകാരി ഗാനാഗാരിഹിതി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അചാനക് പെട്ടെന്ന് ഉസ്ക അവളുടെ ആവാസ് ശബ്ദം ബന്ദ് ഹുയ. പെട്ടെന്ന് അവളുടെ ശബ്ദം സ്റ്റോപ്പായി പോയി. ലോക ജനങ്ങൾ ചില്ലാനയിലേക്ക് എന്ന് പറഞ്ഞാൽ ബഹളം കൂട്ടാൻ തുടങ്ങി. വൈസേ അങ്ങനെ വന്നപ്പോൾ രോക്കർ കരഞ്ഞുകൊണ്ട് ഗായിക, നമ്മുടെ പാട്ടുകാരി, പീച്ചെ കീ ഓർ പിറകുവശത്തേക്ക് ചലികൈ, ഓടിപ്പോയി. ലോക ജനങ്ങൾ ആശ്ചര്യത്തോടി ദേക്ക് രഹിത് നോക്കുകയാണ്. ഇപ്പൊ സ്റ്റേജിൽ ആരുമില്ല. കുച്ച് സമയക്ക് ബാദ്, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം 5 സാൽ കാ ഏക് ബച്ച, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ഹാത്ത് ഫേർത്തെ കൈ വീശിക്കൊണ്ട്, ഓർ മുസ്കുരാത്തെ, കൂടാതെ പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റേജ് അവൻ സ്റ്റേജിലേക്ക് വന്നു. എന്നിട്ടോ ഉസ്നെ ജോർ സെ ഹി, അദ്ദേഹം വളരെ ആവേശത്തോടെ ശക്തിയായി തന്നെ ലോകോം സെ ബാത്ത് കർക്കെ, ജനങ്ങളോട് ബാത്ത് കർക്കെ സംസാരിച്ചിട്ട്, ജാക്സ് ജോൺസ് കാ ഗാന, അന്നത്തെ ഫേമസ് ആയ ജാക്സ് ജോൺസന്റെ പാട്ട് അപ്പനെ തരീക്കേമേം ഗായ, തൻ്റെതായ രാഗത്തിലും താളത്തിലും ഈണത്തിലൊക്കെ അവൻ അങ്ങോട്ട് പാടി. ബഡേ ബഡേ ലോകോം കാ, കൂടാതെ വലിയ വലിയ ആളുകളെ അനുകരണം നടത്തുകയും ചെയ്തു. ഓർ നൃത്യബി കർക്കെ, പാട്ടിനനുസരിച്ച് നൃത്തവും ചെയ്തിട്ട് സബ് കാ ദിൽ ചുരാലിയ, എല്ലാവരുടെയും ഹൃദയം അവൻ കവർന്നെടുത്തു. അസലീമെ സത്യത്തിൽ യഹ് ഇവനാകട്ടെ വ ഗായിക, ആ പാട്ടുകാരി ഹെന്നാക്കെ ബെച്ചെ, ഹെന്നയുടെ മകൻ ചാർലി ചാപ്ലിന്റെ. ആരാണ്? ആ ചാർലി ചാപ്ലിനായിരുന്നു. ലോകോന്റെ ജനങ്ങൾ ശുരൂസെ, തുടക്കം മുതൽ അന്ത് തക്ക്, എൻഡ് വരെ താലിയാം ബജാത്തെ രഹേ, ജനങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ക്ലാപ്പ് ചെയ്ത് കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ സ്റ്റേജിലേക്ക് ഖൂബ് പൈസ ബർസ്, ധാരാളം കറൻസികളൊക്കെ എടുത്തെറിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഏക് ബാത്ത് സഹിഹെ, റിപ്പോർട്ടറുടെ അഭിപ്രായം, ഒരു കാര്യം സത്യമാണ് എന്നാൽ കൽ, നാളെ യഹി ഇവൻ ദുനിയാക്കെ, ലോകത്തിലെ സബ്സെ ബഡെ, ഏറ്റവും വലിയ കലാകാർ ഹോനെ വാലാ ഹെ, ഇവൻ ഏറ്റവും വലിയൊരു കലാകാരനാവുക തന്നെ ചെയ്യും. ഇവനുടെ ഉള്ളിൽ വലിയൊരു കലാകാരൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് തന്നെ അദ്ദേഹം എഴുതി. അങ്ങനെയാണ് ആ 1ാമത്തെ റെപ്പട്ട്. ഓക്കെ, ഇനി നമുക്ക് വരാവുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റെപ്പട്ട് വസന്ത് മേരെ ഗാവ്ക എന്ന് പറഞ്ഞ പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയത്തിലെ ഫൂൽദേ ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം പത്രത്തിൽ വന്ന വാർത്തയാണ്. നോക്കൂ മക്കളെ, ചോദ്യം ഇങ്ങനെയാണ്. ഉത്തരാഖണ്ഡ് കലാസമിതിക്ക് നേതൃത്വമേ, ഉത്തരാഖണ്ഡിലെ കലാസമിതിയുടെ നേതൃത്വത്തിൽ ദറാദൂണിൽ ഫൂൽദേ കാ ത്യോഹാർ മനായ ഗയ, ഫൂൽദേ ഫെസ്റ്റിവൽ ഗംഭീരമായി കൊണ്ടാടി. സമാചാർ പത്രമേ ഇസ്കാ റപ്പട്ടായ, വർത്തമാന പത്രത്തിൽ ഇതിന്റെ വാർത്തയും വന്നു. റപ്പട്ട്, ആ വാർത്ത കൈസേ ഹോക, എങ്ങനെയായിരിക്കാം? കൽപ്പന കർക്കിലിഗി, ഒന്ന് ഭാവനയിൽ എഴുതാൻ. അങ്ങനെ ചോദിച്ചാൽ അതിന് നമ്മൾ നോക്കണം. 4 പോയിന്റുകൾ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹെഡിങ് ഉണ്ട്, മുഴുത്ത ഹെഡിങ് ഉണ്ട്, പിന്നെ നമ്മൾ സ്ഥലമുണ്ട്, പിന്നെ നമ്മൾ ഘടനയുണ്ട്,
റിപ്പോർട്ട് ചെയ്ത ഒരു വരിയുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാ നോക്ക്. ആനന്ദലഹരിയിൽ ഫൂൽദൈ ത്യോഹാർ കാ സമാപൻ, ഫൂൽദൈ ഫെസ്റ്റിവലിന്റെ സമാപനം എന്നാണ്. എന്നിട്ട് ഇങ്ങനെയാണ് മക്കളെ ആദ്യ സ്ഥലപ്പേര് ദഹരാദൂൺ. ഓക്കെ, കൽ ഇന്നലെ ദറാദൂണിൽ ബച്ചോക്കെ കുട്ടികളുടെ സബ്സെ ഏറ്റവും ബഡാ വലിയ ത്യോഹാർ ഫെസ്റ്റിവൽ ഫൂൽദൈ ഫെസ്റ്റിവൽ ധൂംധാം സെ ആഡംബരപൂർവം മനായാ ഗയ, ആവേശപൂർവം കൊണ്ടാടി. ഉത്തരാഖണ്ഡ് കലാസമിതിക്ക് ഉത്തരാഖണ്ഡിലെ കലാസമിതിയുടെ നേതൃത്വത്തിൽ ത്യോഹാർ മനായാത, ഉത്തരാഖണ്ഡ് കലാസമിതിയുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റിവൽ കൊണ്ടാടിയത്. പിച്ചലെ 21 ദിൻ, കഴിഞ്ഞ 21 ദിവസം ബച്ചോനെ കുട്ടികൾ ഫൂൽ പൂക്കൾ ചുൻകർ കളക്ട് ചെയ്തിട്ട് ഗരോങ്കി വീടിന്റെ ദഹരിയോം വരാന്തകൾ സജായിതി അലങ്കരിച്ചു വെച്ചിരുന്നു. ജിൻകെ ആരുടെ ഗർമയും വീട്ടിൽ ഫൂൽ പൂവ് സജായ ജാത്തെ, ആരുടെ വീട്ടിലാണോ പൂവ് കൊണ്ട് അലങ്കരിക്കുന്നത്, സജായ ജാത്തേ വേ ബച്ചോക്ക്, അവർ കുട്ടികൾക്ക് വാപ്പസ് തിരിച്ച് ഗുഡ് ശർക്കരയും ദാൽ പരിപ്പും ചാവൽ അരിയും ആദി ദിയതേ. ഓരോ വീടുകളിലും പോയി കുട്ടികൾ പൂക്കളിടും. അങ്ങനെ ഏത് വീട്ടിലാണോ പൂക്കളിട്ട് ഒരുക്കിയതിനു ശേഷം വീട്ടുകാർ ഉണർത്തി പോകുന്ന സമയത്ത് വീട്ടുകാർ അവർക്ക് ദാൽ പരിപ്പ് ഗുഡ് ശർക്കര ചാവൽ മുതലായവ കൊടുക്കുന്നു. പിന്നെയോ ഇത് ദക്ഷിണയായി കിട്ടുന്ന ഈ സാമഗ്രി, ഈ വസ്തുക്കൾ 21 ദിൻ തക്ക് 21 ദിവസം വരെ ഇക്കട്ടി കീ ജാത്തിക്ക്, ഇക്കട്ടി കാരണം തന്നെ സമാഹരിച്ചു വെക്കുന്നു. 21 ദിവസം അങ്ങനെ പൂടും. ഇക്കട്ടി കീ ഗൈ യഹി സാമഗ്രി സെ, അങ്ങനെ സമാഹരിച്ച് 100 കണക്കിന് വീടുകളിൽ അങ്ങനെ 21 ദിവസം കിട്ടുന്ന സമാഹരിച്ചു വെച്ച എല്ലാ വസ്തുക്കളെയും എന്താക്കുന്നു, ഇക്കട്ടി ഗൈ യഹി സാമഗ്രി സെ, ഈ വസ്തുക്കൾ കൊണ്ട് സാമൂഹിക ഭോജൻ ബനായാ ഗയ, അവിടെ 21 ദിവസം സമൂഹ സദ്യ ഒരുക്കി. പിന്നെയോ ഇൻ ആയോജന്മേ, ഇങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടികളിലൊന്നും ആയോജന്മേ പദ്ധതിയിൽ ബഡോങ്കി ഭൂമിക, വലിയവരുടെ ഭൂമിക പങ്ക് കേവൽ സലാഹ് എന്ന വാക്കിന്റെ അർത്ഥം ഉപദേശം, ദേനേ തക്ക് സീമിത് ഹേ, കേവല ഉപദേശം നൽകാൻ മാത്രമേ ഉള്ളൂ, അവരൊന്നും വലിയവർ ചെയ്യാൻ പാടില്ല. ബാക്കി സാരേ കാം, മുഴുവൻ ജോലിയും ബച്ചേ കർത്തത്, ആരാണ് ചെയ്തിരുന്നത്, കുട്ടികളാണ് ചെയ്തിരുന്നത്. ദാവത്ത് കെ ബാദ്, സദ്യക്ക് ശേഷം, അങ്ങനെ ഈ വസ്തുക്കൾ കൊണ്ട് സദ്യ ഉണ്ടാക്കിയതിനു ശേഷം പ്രത്യേക പ്രശിക്ഷിത ബച്ചോനെ, പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ മിൽ ജുൽക്കർ ഒത്തുചേർന്നിട്ട് ഠോൽ ഠമാവ് കി ദാപ് പർ, പറയിലും പെരുമ്പറയിൽ അടിച്ചിട്ട് ചൗത്തി ഗീതോങ്ക അവതരണം കർത്തതേ, നാടോടി പാട്ടുകളുടെ താളമേളമായ അവതരണം നടത്തിയുണ്ടായി. സമാപൻ കെ സമയ, സമാപന സമയത്ത് പൂരേ വാതാവരൺ, അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ സംഗീത കെ സുർ ഗുൽജാത്തെ, സംഗീത രാഗ താളങ്ങൾ കൊണ്ട് മുഴുകി. എന്നിട്ട് റിപ്പോർട്ടർ വരിയാണ്, ഇതെല്ലാം ഹർ ഏക്കയ്ക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ സ്വർഗീയ അനുഭൂതി ബനായകെ, ഇതെല്ലാം അവിടെ കൂടിയ എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്വർഗീയമായ അനുഭൂതിയാണ് ഉണ്ടാക്കിയതെന്നാണ്. ഇതാണ് മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റെപ്പട്ടുകൾ. അപ്പൊ നമ്മൾ റെപ്പട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു ഹെഡിങ് ഉണ്ടാവണം. പിന്നെ ആദ്യം നമ്മൾ സ്ഥലത്തിന്റെ പേര് എഴുതണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഘടന എന്താണോ അത് എഴുതണം. അതിനുശേഷം റിപ്പോർട്ടറുടേതായ ഒരു അഭിപ്രായം കൂടി എഴുതണം. ഇങ്ങനെയാണ് ഏറ്റവും റിപ്പോർട്ട് ചെയ്തേണ്ടത്. ആ പോയിന്റുകൾ കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്കുകൾ വരുന്നത്. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുപോലെ മറ്റുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോക്ക് നിങ്ങൾ വീണ്ടും കാത്തിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.